അമ്മേ 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 വാതിൽ തുറക്കമ്മേ. അമ്മേ അമ്മേ വാതിൽ തുറക്കമ്മേ. അമ്മേ അമ്മേ വാതിൽ തുറക്ക്. ഈ നേരത്ത് ഇവരെന്താ ഇവിടെ? തുറക്കുന്നില്ലല്ലോ സത്യ. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. അമ്മേ വാതിൽ തുറക്കമ്മേ. അമ്മേ വാതിൽ തുറക്കുന്നില്ലല്ലോ അച്ഛച്ച. ശാലിനി, വിഷ്ണു, അമ്മ എവിടെ? അമ്മ അകത്തുണ്ട്. വാ സത്യ. അമ്മേ അമ്മേ മക്കളാണല്ലോ. വിഷ്ണു, ഇതെന്താ ഈ സമയത്ത്? ഈ സമയത്തല്ലാതെ എനിക്ക് അവരെ കൂടെ അവിടുന്ന് പോരാൻ പറ്റും? ഭാമേ അറിഞ്ഞോണ്ട് വിടുമെന്ന് തോന്നുന്നുണ്ടോ? അച്ഛനെങ്കിൽ വാ, വന്നേ. അമ്മേ 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 ഈ രാത്രിയില് എങ്ങനെ ഇങ്ങോട്ട് വന്നേ? ഒന്നും പറയണ്ട, അതൊക്കെ ഇങ്ങി പോന്നു. ഒരു ഓട്ടോ കിട്ടിയേ, പിന്നെ കുട്ടിയൊക്കെ വഴിയേറിയായിരുന്നല്ലോ. പിന്നെ പറഞ്ഞും പിടിച്ചെന്താ ഇവിടം വരെ എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലേ. ആ, ഈ കൊച്ചുങ്ങളുടെ സങ്കടം കണ്ടിട്ടാണെങ്കിൽ എനിക്കിവിടെ ഇരിക്കാനോ കിടക്കാനോ പറ്റുന്നില്ല. അതാ എന്തും വരട്ടെ എന്ന് കരുതി ഇവരെ വിളിച്ചോണ്ടെങ്കിൽ പോകുന്നതേ. പിന്നെ എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കേ ഇവരെ കാണാതിരിക്കാൻ ഒക്കത്തില്ലെന്നേ. ഇവർക്കും അങ്ങനെ തന്നെ കേട്ടോ. ഓ, ഇങ്ങോട്ട് പോരണമെന്ന് വെച്ചേ രണ്ടും കൂടെ എന്തോ ഒരു ബഹളമായിരുന്നു. ഇപ്പൊ രണ്ടുപേർക്ക് സന്തോഷമായല്ലേ? ആ ആ, എങ്കിലേ അച്ഛൻ അങ്ങോട്ട് പോവാ. ഒരു ഉറക്കം കഴിയുമ്പോഴേ ഭാമ എണീക്കും. അതിനുമുമ്പേ എനിക്ക് അവിടെ എത്തണം. അവളറിയാതെ ഏർപ്പാടൊക്കെ ചെയ്തതേ. അച്ഛനെ വീട്ടിൽ കൊണ്ടാക്ക്. ഓ വേണ്ട, ഞാനങ്ങ് നോക്കോളാം. ഓ, ഇനിയിപ്പോ രാത്രി അവനായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കണ്ട, ഞാനങ്ങ് നോക്കോളാം. അച്ഛനെ ഞാൻ കൊണ്ടുപോയി ആക്കാം. നമ്മുടെ വണ്ടി ഉള്ളപ്പോ അച്ഛൻ എന്തിനാ വെറുതെ ഓട്ടോയിലൊക്കെ പോന്നേ? 2 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. വരാ അച്ഛാ, ദാ വന്നു. ഈ ചെറുക്കന്റെ കാര്യം. അച്ഛാ, സത്യാമ്മ അറിയുമ്പോ എന്ത് വന്നാലും കുഴപ്പമില്ല മോളെ. ഈ കുട്ടികളെ ഓർത്തേ നീ സങ്കടപ്പെടരുത്. എനിക്കത്രേ ഉള്ളൂ. ആ, എങ്കി അച്ഛാ നമുക്ക് പോവാം. ആ ആ, ഇപ്പൊ രണ്ടുപേർക്ക് സന്തോഷമായല്ലേ? അതെ, മിടുക്കി കുട്ടികളായിട്ടിരിക്കണം കേട്ടോ. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് വരാം നിങ്ങളെ കാണാനായിട്ട് കേട്ടോ. കണ്ടോ മോളെ, ഈ മക്കളുമാരുടെ സന്തോഷം അത് കണ്ടാ മതി എനിക്ക്.